ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ നമ്മൾ വാട്സപ്പിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമ്മൾ സാധാരണ മെസ്സേജുകൾ നമ്മുടെ ഫ്രണ്ട്സിന് അയക്കാറുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ അയക്കുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്കുകൾ സാധാരണ വരാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരിക, ഗ്രാമർ മിസ്റ്റേക്ക് വരിക, അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് വരാറുണ്ട്. പക്ഷെ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ടെക്നിക്സുകൾ അതേപോലെ സെറ്റിംഗ്സ് നമുക്ക് ഇതിൽ തന്നെ ഉണ്ട്, നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ടൈപ്പിംഗ് മെസ്സേജുകൾ ടൈപ്പിംഗ് ചെയ്യാൻ വളരെ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെ കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകും. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ വാട്സപ്പിലാണെങ്കിലും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ മെസ്സേജ് ചെയ്യാറുണ്ട് അല്ലെ. ഈ ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷെ നമുക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്. ഇതിലൊക്കെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് ഇതിനുള്ളിലുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക അത് എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആകും. അതിലൊരു സംശയം വേണ്ട. ഞാൻ അതിന്റെ സെറ്റിംഗ്സ് ഞാൻ കാണിച്ചിട്ട് അപ്പൊ നമ്മൾ സാധാരണ ഒരു ഫ്രണ്ടിന് നമ്മൾ മെസ്സേജ് അയക്കുകയാണെന്ന് വിചാരിക്കുക. ഈ അയക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ന്യൂ ടെക്സ്റ്റ് മെസ്സേജ് എടുത്തിട്ടാണല്ലോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഞാൻ അതിനായിട്ട് ഞാനൊരു ന്യൂ ടെക്സ്റ്റ് മെസ്സേജ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഇവിടെ എടുക്കുകയാണ്. ഇവിടെ നമുക്ക് താഴെ ന്യൂ ടെക്സ്റ്റ് മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കില്ല. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ ഏത് ഫ്രണ്ടിനാണോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ആ ഒരു മെസ്സേജ് ആണ് അല്ലെങ്കിൽ ആ കോൺടാക്ട് ആണ് നമ്മൾ ഇവിടെ അടിക്കുക. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റ് കറക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ആരും ശ്രദ്ധിക്കാറില്ല അധികം. അപ്പൊ അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറയുന്നത്. ഇത് അവസാനം വരെ കണ്ടാൽ അത് ഓരോന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റ് കറക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ നമുക്ക് കണ്ടില്ലേ ന്യൂ വേർഡ് സജഷൻ. നിങ്ങൾക്ക് അടുത്തതായിട്ട് പുതിയ ഏത് വേർഡ് വരണം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അടുത്ത വേർഡ് പുതിയതായിട്ട് ഏതാണോ വരേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത വേർഡ് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബ്ലോക്ക് ഓഫൻസീവ് വേർഡ്സ് ഉണ്ട്. നമുക്ക് മോശമായിട്ടുള്ള വേർഡുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ കറക്ഷൻ, ഓട്ടോ കറക്ഷൻ. ഇവിടെ ഓട്ടോ കറക്ഷൻ വളരെ യൂസ്ഫുൾ ആണ്. നമ്മളെ വാക്കുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോ കറക്റ്റ് ആയിട്ട് അത് ഓട്ടോ ഇതിൽ തന്നെ നമുക്ക് ക്ലിയർ ആയി തരും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അയ്യോ തെറ്റ് ഉണ്ടല്ലോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് ആയിട്ട് നാണം കെടുന്നതിൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒഫൻസീവ് വേർഡ്സ് ഒഴിവാക്കുന്ന പോലെ തന്നെ ഓട്ടോ കറക്റ്റ് കൂടി ഓൺ ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് അടുത്തായിട്ട് ഓട്ടോ ക്യാപിറ്റലൈസേഷൻ. നമുക്കറിയാം ഓരോ വാക്കും തുടങ്ങുന്നത് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ വേർഡ് വരണം എന്നുള്ളത് അല്ലെ. അപ്പൊ അത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വാക്ക് തുടങ്ങുന്ന സമയത്ത് ഓട്ടോ ആയിട്ട് ക്യാപിറ്റൽ ആയിട്ട് വരും. ഇനി അടുത്തതാണ് വളരെ യൂസ്ഫുൾ ആയിട്ട് ഡബിൾ സ്പേസ് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ആണ്. നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്പെല്ല് തെറ്റാണോ എന്നുള്ളത് സ്പെൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഗ്രാമറിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുന്നുണ്ടോ, നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ഇതും കൂടി ഒന്ന് ഓൺ ചെയ്തേക്കുക. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.